നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. താന്നി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ചേറ്റുവയിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. വാർത്തകൾ വിശദമായി നോക്കാം. ദേശീയപാത 66 മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതിൽമൂലയിൽ പ്രവർത്തിക്കുന്ന വെറൈറ്റി ഷോപ്പിംഗ് സെന്റർ, KMR കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. 2 സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പൊന്നാനിയിൽ നിന്ന് കന്യാകുമാരിയിൽ പോയി തിരികെ വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെറൈറ്റി ഷോപ്പിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ഭരണി, കലങ്ങൾ ഉൾപ്പെടെയുള്ള വിൽപ്പന സാധനങ്ങളും കടയുടെ ഷട്ടർ, കടയ്ക്കുള്ളിലെ ഗ്ലാസുകളും മറ്റ് സാധനങ്ങളും തകർന്നിട്ടുണ്ട്. കാർ വാഷിന്റെ ബോർഡുകളും ഷീറ്റും നശിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ഈ വർഷത്തെ വിജയശതമാനം. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലം പ്രഖ്യാപിച്ചത്. 30,514 പേർ ഫുൾ A+ നേടി. 20,771 പെൺകുട്ടികൾക്കും 9,743 ആൺകുട്ടികൾക്കും ഫുൾ A+ ലഭിച്ചു. കഴിമ്പ്രം VPM SNDP സ്കൂളിന് 100% വിജയമുണ്ട്. 192 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 16 ഫുൾ A+ നേടി. നാട്ടിക ഫിഷറീസ് ഹൈസ്കൂളിന് 100% വിജയം. 74 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. 4 പേർക്ക് ഫുൾ A+ ലഭിച്ചു. വലപ്പാട് GVHS സ്കൂളിന് 100% വിജയമുണ്ട്. 101 പേർ പരീക്ഷ എഴുതിയതിൽ 8 പേർക്കാണ് ഫുൾ A+ ലഭിച്ചത്. തലക്കുളം പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിന് 100% വിജയമുണ്ട്. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 99% വിജയം നേടിയത്. 9 പേർ ഫുൾ A+ നേടി. 287 പേരാണ് പരീക്ഷ എഴുതിയത്. കണ്ടശങ്കടവ് PJM SHS സ്കൂൾ 100% വിജയം നേടി. ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയത്തിളക്കത്തിലാണ്. പരീക്ഷ എഴുതിയ 70 വിദ്യാർത്ഥികളിൽ 2 പേർ മുഴുവൻ വിഷയങ്ങളും A+ നേടി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടി. പരീക്ഷ എഴുതിയ 59 വിദ്യാർത്ഥികളിൽ 8 പേർ മുഴുവൻ വിഷയങ്ങളും A+ നേടി. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയമുണ്ട്. ഒരാൾക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. കിഴപ്പുള്ളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടി. 5 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളും A+ ലഭിച്ചത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ 100% വിജയം നേടി. കാരമുക്ക് സ്കൂളിന് 100% വിജയം. 118 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ ജഡ്ലിസ് ലൂയിസിനെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ ഷാൾ അണിയിച്ച് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ SSLC പരീക്ഷ റിസൾട്ട് വന്നിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടിക്കൊണ്ട് ജഡ്ലിസ് ഈ മണ്ഡലത്തിനും അതുപോലെ തന്നെ ഈ നാടിന് അഭിമാനമായിരിക്കുകയാണ്. ഏറ്റവും ആദ്യം തന്നെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ജഡ്ലിസിന് ഹൃദയപൂർവ്വം നേരുകയാണ്. നമുക്കറിയാം, താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ആദരവ് നമ്മുടെ ഈ റിസൾട്ട് വന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ആദരവ്, ഈ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ ആദരവ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അവിടെ 59 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. 8 വിദ്യാർത്ഥികൾ ഫുൾ A+ മേടിച്ചിട്ടുണ്ട്. അതിലൊരു വിദ്യാർത്ഥിയാണ് ജഡ്ലിസ്. നമ്മളിവിടെ അനുമോദന ചടങ്ങിൽ തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘട്ടമാണ് ഈ SSLC കാലഘട്ടം, അതായത് ഹൈസ്കൂൾ കാലഘട്ടം. നമ്മൾ വീട്ടിൽ തറ പണിയുന്നതിൻ്റെ കാന വാങ്ങി അടിക്കലിടുന്നതിന് തുല്യമാണ് ഈ SSLC പരീക്ഷ. മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. പ്രമോദ് കണിമംഗലത്ത്, ഉക്രു പുലിക്കോട്ടിൽ, ലൂയിസ് താണിക്കൽ, ആനന്ദൻ കൊടപ്പുള്ളി, റിജു കണക്കന്തറ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. താണിക്കൽ ലൂയിസ് ജെസി ദമ്പതികളുടെ മകനും പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമാണ് ജഡ്ലിസ്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് 10ാം ക്ലാസ്സിൽ
നൽകിയ ദൈവത്തിനോടും എൻ്റെ മാതാപിതാക്കളോടും എന്നെ സമൂഹത്തിലെല്ലാവരും എന്നെ സഹായിച്ച എൻ്റെ ടീച്ചർമാരോടും എൻ്റെ സ്കൂളിലെ എല്ലാ ജോലിക്കാരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു. താന്നി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കിഴക്കേ നടയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് N.A. പീതാംബരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മീന സുനിൽ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M.K. ശിവരാമൻ, പഞ്ചായത്ത് സെക്രട്ടറി K.V. സുനിത, CHC തൃപ്പയാർ HI ഉഷ, വാർഡ് മെമ്പർമാരായ B.K. സന്തോഷ്, ഷിമ്മി ശിവദാസ്, സംഗീത, അജിത മോഹനൻ, KR പ്രതീഷ്, ഷൈനി ബാലകൃഷ്ണൻ, സതി ജയചന്ദ്രൻ, സജിത സുനിൽകുമാർ, PR സുരേന്ദ്രനാഥ്, ഷാനിബ നൌഷിൽ, മിനി ചന്ദ്രൻ, ശ്രീകേഷ് S. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശുചീകരണ പരിപാടിയിൽ ഹരിതകർമ്മസേന അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും ആശാ വർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും വ്യാപാരി വ്യവസായികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. താന്നി പഞ്ചായത്ത് മഴക്കാലത്ത് ശുചീകരണം ഇന്ന് കാലത്ത് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. താന്നി പഞ്ചായത്തിലെ കുടുംബശ്രീ, ഹരിതകർമ്മസേന, CDS, തൊഴിലുറപ്പ്, ആരോഗ്യ ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ, പഞ്ചായത്ത് മെമ്പർമാർ, വ്യാപാരി വ്യവസായി സമിതിയുടെ അംഗങ്ങൾ എല്ലാവരും കൂടി കിഴക്കേ നട പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും താന്നി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തിക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും അന്തിക്കാട് UAE ഹാളിൽ നടത്തി. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സംഘടന ഉണ്ടായ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരവും തൊഴിലാളി യൂണിയനുകളുടെ വലിയ രീതിയിലുള്ള ഭീഷണിയും ഒക്കെ ഒരു കാലത്ത് വ്യാപാര മേഖലയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ആ കാലഘട്ടത്തിലാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. 46 വർഷത്തെ പഴക്കമുണ്ട് യഥാർത്ഥത്തിൽ സംഘടന. ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്ത് അന്തിക്കാടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 45 വർഷമായി ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു. 81കളിൽ ട്രേഡ് യൂണിയനുകളുടെ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ 95കളൊക്കെ വരുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ഉദ്യോഗസ്ഥ പ്രമാണിതമായിരുന്ന ഉദ്യോഗസ്ഥ പീഡനങ്ങളായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് KL ലാസർ അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥ് മുഖ്യാതിഥിയായി. യൂണിറ്റ് ട്രഷറർ ലെജിൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് TK അനിൽ, വനിതാ വിംഗ് സെക്രട്ടറി അശ്വതി രാജേഷ്, യൂണിറ്റ് സെക്രട്ടറി VM സത്താർ, എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100 ദിനം പൂർത്തീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 73 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് പദ്ധതി വിശദീകരണം നടത്തി. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാമില സലീം, ഷോല മഹേഷ്, നാട്ടിക പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP സോമൻ, പഞ്ചായത്ത് മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക, പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, തളിക്കുളം BDO സലാഹുദ്ദീൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആകെ നമ്മൾ 450 വാങ്ങിയിട്ടുള്ളത്. അപ്പൊ 100 അതിൽ കൂടുതൽ 100 തികഞ്ഞ ചേച്ചിമാരുണ്ട്. അത് ബാക്കി അടുത്ത പദ്ധതിയിലായിട്ട് എല്ലാവർക്കും എത്തും. നിങ്ങളുടെ ഈ തോട്ടിലും അതുപോലെ കാട്ടിലൊക്കെ പണിയെടുക്കുമ്പോഴുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ബൂട്ട് വിതരണം. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം എന്നാണ്, ഉപയോഗപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയൊക്കെ മാറി ജൂലൈ 1 മുതൽ MGNREGS എന്നുള്ളത് VPG റാം അല്ലെ, VPG റാം എന്നായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ തൊഴിലുകളും അസറ്റ് തൊഴിലുകളായിരിക്കും കൂടുതൽ. അപ്പോൾ അതായത് മെറ്റീരിയൽ വർക്കായിരിക്കും കൂടുതൽ ചെയ്യേണ്ടി വരിക. അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ NRGSന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു തരും എങ്ങനെയാണ് എന്താന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ബൂട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. വലപ്പാട് പഞ്ചായത്ത് 16-ാം വാർഡിൽ സംഘടിപ്പിച്ച ഏകാത്മക അഭിയാൻ വെൽനസ് പ്രോഗ്രാം
കഴിമ്പ്രം ശ്രീരാമചന്ദ്ര പകൽ വീട്ടിൽ നടത്തി. ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാരത സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രാലയത്തിന്റെയും സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ രാജ്യമാകെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനു വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സൗജന്യ പദ്ധതിയാണ് ഏകാത്മ അഭിയാൻ. ചൈറയോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ എന്നിവ ചേർന്ന ലളിതമായ 3 ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത്. മുഖ്യ സംഘാടകനായ വാർഡ് മെമ്പർ PV ആനന്ദൻ, ഹാർട്ട്ഫുൾനെസ് പ്രവർത്തകരായ KD ദിനേശ്, രഞ്ജിത്ത് KD, മനോഹരൻ, വിനോദ്, വേണുഗോപാൽ, TB സുനിൽകുമാർ, അനിൽ കുട്ടൻ, ഷൈൻ, സുമ, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ പറമ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലിയ പറമ്പുകളിൽ ഏത് ഭാഗത്താണോ നമ്മുടെ ശ്രദ്ധ ചെല്ലാത്തത് ആ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ കളകൾ ഉണ്ടാവും, അല്ലേ? ഏറ്റവും കൂടുതൽ കളകളും ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളും വന്നു വീഴുന്നത് എവിടെയാണ്? നമ്മുടെ ശ്രദ്ധ ചെല്ലാത്ത സ്ഥലം. ഇതേപോലെയാണ് നമ്മുടെ ശരീരവും മനസ്സും. നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണോ നമ്മുടെ ശ്രദ്ധ ചെല്ലാത്തത് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രതിരോധ സംവിധാനം ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഇടം, ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ബാധിക്കുന്ന സ്ഥലം. അപ്പോൾ യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG Gold and Diamonds വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000 പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ അടികൾ ഭദ്രദീപ പ്രകാശനവും യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി കെ.എം. സനു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഭാഗവത സമർപ്പണം നടത്തി. ശാരദാ ചന്ദ്രൻ നിറപറ സമർപ്പിച്ചു. മല്ലിക രവീന്ദ്രൻ കലവറ നിറച്ചു. പറവൂർ ഉഷ ചിദംബരം ഭാഗവത പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി CK രാമു, ട്രഷറർ പ്രേംകുമാർ, PRO KR സത്യൻ, വിശ്വംഭരൻ, പ്രദീപ്, മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ്, സെക്രട്ടറി ഷീജ ശിവൻ, ട്രഷറർ രാജി ശ്രീധരൻ തുടങ്ങി മാതൃസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ഭാഗവത സപ്താഹം മെയ് 21 സമാപിക്കും. അപ്പോൾ ഇത്തരം സപ്താഹങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന പല സംഗതികൾ, ഒരു ജീർണിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക വളരെ ശോഷിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രം, അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ട് നടത്തണമെന്നാണ് ഞാൻ പറയാം. കാരണം അവിടെ ധാരാളം ആളുകൾ വരണം. ആളുകൾ വന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരിക്കപ്പെടണം. അവിടെ നിത്യനിദാനങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അപ്പോൾ ഓരോ യാഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് വെച്ചാലും അതൊന്നും നമ്മൾ ധാരാളം അല്ലെങ്കിൽ ഭക്തന്മാരവിടെ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൽ വരുന്ന ബാക്കി മിച്ചം വരുന്നത് ആ ക്ഷേത്രത്തിൻ്റെ നവീകരണ കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ നിത്യനിദാനത്തിനായിട്ടോ. ദേശീയപാതയുടെ കാളമുറി സെന്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നിയുക്ത MLA KK വത്സരാജ് നിർമ്മാണ കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടു. കാളമുറിയിലെ ഗതാഗത ക്രമീകരണം മൂലം യാത്ര ബുദ്ധിമുട്ടിലായെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ അദ്ദേഹം NH നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടത്. 2 ആഴ്ചയ്ക്കകം പണികൾ പൂർത്തിയാകുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായും KK വത്സരാജ് പറഞ്ഞു. വാർഡ് മെമ്പർ അൻസാമോൾ, പൊതുപ്രവർത്തകരായ MD സുരേഷ്, KN സജീവൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഹ്ലാദ പ്രകടന ജാഥ നടത്തി. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വലപ്പാട് കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ വലപ്പാട് ചന്ത മൈതാനിയിൽ സമാപിച്ചു. ജാഥയ്ക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, ബ്ലോക്ക് ഭാരവാഹികളായ ബാബു കുന്നുങ്ങൽ, പ്രവീൺ രവീന്ദ്രൻ, MM ഇക്ബാൽ, CK ഉല്ലാസ്, ഇസ്മയിൽ അറക്കൽ, അനിത ത്രിദീപ് കുമാർ, അനിൽ കരുവത്തിൽ, സുമേഷ് പാനാട്ടിൽ, ഉഷ ബാബു, ഗീത രാമദാസ്, ഷഹർബാൻ PA, നസീമ ബഷീർ, രമേഷ് പള്ളത്ത്, പ്രവീൺ പൊയ്യാറ, മെയ്ജി തോമസ്, പ്രസാദ് CK, തോമസ് EP, നൌഷാദ്, ഇബ്രാഹിം മഞ്ജുഷ, രമേഷ് ബാബു, നളിനി ഭുവനേശ്വരി, സരള ശിവാനന്ദൻ, മൈഥിലി വത്സൻ, രവി ഉട്ടോപ്പിയ എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വീട്ടിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മഴവെള്ളം കയറിയതായി പരാതി. ചേറ്റുവയിൽ ദേശീയപാത 66 സമീപം താമസിക്കുന്ന കൊട്ടിലിങ്ങൽ റഫീഖിന്റെ വീട്ടിലേക്കാണ് റോഡിൽ നിന്നും കുത്തി ഒലിച്ചു വന്ന ചളിവെള്ളം നിറഞ്ഞത് മൂലം കുട്ടികൾ അടങ്ങുന്ന കുടുംബം ദുരിതത്തിലായത്. വീടിന്റെ മുറികളിലും അടുക്കളയിലും ചളിവെള്ളം നിറഞ്ഞു. വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് മഴവെള്ളവും ചളിയും സമീപ പ്രദേശത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒലിച്ചിറങ്ങിയത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി അശാസ്ത്രീയ രീതിയിൽ കാന നിർമ്മാണം നടത്തിയതുകൊണ്ടാണ് പ്രദേശവാസികൾക്ക് ദുരിതമുണ്ടായത് എന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാതയ്ക്ക് സമീപം വെള്ളം ഒലിച്ചു പോകാൻ നിർമ്മിച്ചിട്ടുള്ള കാനയുടെ ഉൾഭാഗത്ത് അടിഞ്ഞുകിടക്കുന്ന മണലും മറ്റ് അവശിഷ്ടങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും റോഡിൽ നിന്നും ഒലിച്ചു വരുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും
കാനയ്ക്ക് മുകളിലെ ഹോളുകൾ തുറന്ന് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവിലയിൽ വർധനവ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്ന് ലിറ്ററിന് 2.86 രൂപ മുതൽ 3.29 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ചെന്നൈയിൽ പെട്രോൾ ലിറ്ററിന് 103.67 രൂപയും ഡീസലിന് 95.25 രൂപയുമാണ് പുതുക്കിയ നിരക്ക്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പെട്രോളിന് 97.77 രൂപയും ഡീസലിന് 90.67 രൂപയുമായി വില ഉയർന്നു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ഈ വില വർധന നടപ്പിലാക്കിയത്. തൃപ്പയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച ശ്രീരാമ കോദണ്ഡ രഥയാത്രയ്ക്ക് കാരമുക്ക് പുത്രിക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലും സ്വീകരണം നൽകി. രഥയാത്ര നയിച്ച ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളെ ഇരു ക്ഷേത്രങ്ങളിലും പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി മുരളി പഴങ്ങാപ്പറമ്പിൽ പൂർണ്ണ കുംഭം നൽകി. ചടങ്ങുകൾക്ക് ശ്രീജിത്ത് പഴങ്ങാപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. കാരമുക്ക് പുത്രിക്കോവ് ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് KN സോമകുമാർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം ട്രസ്റ്റി CP രമേശ് നമ്പൂതിരി, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ, കമ്മിറ്റി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ കാര്യട്ട്, TB ബാബു, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, ബിന്ദു സജി, അഞ്ജലി ഷാജി, ലീല എടക്കാട്ടിൽ, അതുൽ കൃഷ്ണ, അഭിനവ് കൃഷ്ണ എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. വാടനപ്പള്ളി പൊക്കാഞ്ചേരി ബീച്ചിൽ കടലാക്രമണം രൂക്ഷമായി. 5 വീടുകളിൽ വെള്ളം കയറി. സീവാൾ റോഡ് തകർന്നു. വേലിയേറ്റത്തിൽ തിരയടിച്ച കര തുറന്നാണ് വെള്ളം അടിച്ചു കയറിയത്. കാലവർഷത്തിന് മുമ്പേ അപ്രതീക്ഷിത കടലാക്രമണമാണ് ഉണ്ടായത്. വെള്ളം കയറി വീടുകൾക്ക് കൂടുതൽ അപകടമില്ലാതിരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് എക്സവേറ്റർ കൊണ്ടുവന്ന മണൽ കോരി കടലോരത്ത് വരമ്പുണ്ടാക്കി. കടലാക്രമണം ഇനിയും ശക്തമായാൽ വീടുകൾ നിലംപൊത്തുന്ന അവസ്ഥയുണ്ടാകും. കാലവർഷമായാൽ ഈ മേഖലയിൽ കടലാക്രമണ സാധ്യത കൂടുതലാണ്. കടലാക്രമണ വിവരമറിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷ PI സജിത, വാടനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, വാർഡ് മെമ്പർ സുധർമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. രാസവള വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TB ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ K രാഗേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി BN സുർജിത്ത്, രാജേഷ് കൊല്ലാടി, KV ഡേവിസ്, VB പ്രഭാത്, മനോജ്, MK സദാനന്ദൻ, NRS ബാബു, സിജി മോഹൻദാസ്, ജയപ്രകാശ്, TB ബാലകൃഷ്ണൻ, വിലാസിനി വേണുഗോപാൽ, PS പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം മതിൽമൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. താന്നി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ചേറ്റുവയിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.